കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. എന്നാൽ ഏറെ പ്രസിദ്ധമായ ഐതിഹ്യം ഇങ്ങനെയാണ്. കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം ഇപ്പോൾ നിലനിൽക്കുന്നിടത്ത് ആദ്യം ഒരു കൊടും കാടായിരുന്നു. ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഭൂതക്കളം എന്നു പേരുള്ള ഒരു ചെറിയ കുളവുമുണ്ടായിരുന്നു. മഴക്കാലമാകുമ്പോൾ കുളം നിറഞ്ഞു കവിഞ്ഞ് അടുത്തുള്ള പാടത്തേക്ക് ഒഴുകുമായിരുന്നു. വെള്ളവും പുല്ലും നിറഞ്ഞ ഈ പ്രദേശത്ത് സമീപവാസികളായ കുട്ടികൾ കന്നുകാലികളെ മേയ്ക്കാനായി ഇവിടേക്ക് വരുമായിരുന്നു. ഒരു ദിവസം ആ പ്രദേശത്ത് നിന്നും കുട്ടികൾക്ക് ഒരു നാളികേരം വീണ് കിട്ടുകയും അടുത്തുള്ള ഒരു കല്ലിന്റെ മുകളിൽ വെച്ച് കുത്തിയത് പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവത്രേ. ആ സമയം ലോഹക്കഷ്ണം ആ കല്ലിൽ തട്ടിയപ്പോൾ അതിൽ നിന്ന് നിണം വാർന്നു വന്നു. ഇത് കണ്ട കുട്ടികൾ വീട്ടുകാരോട് കാര്യം പറഞ്ഞു. എല്ലാവരും അത് കാണാനായി അവിടെ ഓടിയെത്തി. പിന്നീട് പ്രമാണിയുടെ നേതൃത്വത്തിൽ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആ കല്ലിൽ ദേവി, അതായത് സാത്വിക ഭാവത്തിലുള്ള വനദുർഗ കുടികൊള്ളുന്നതായി കണ്ടെത്തി. ദേവീ സാന്നിധ്യം കണ്ട ശിലയ്ക്ക് ചുറ്റും കുരുത്തോല പന്തൽ കെട്ടി വിളക്ക് വെക്കുകയും ചെയ്തു. പിന്നീട് ക്ഷേത്രം അവിടെ നിർമ്മിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിന്റെ പേര് കൊറ്റൻകുളങ്ങര എന്നറിയപ്പെട്ടു തുടങ്ങി. ക്ഷേത്ര മേൽക്കൂരയായി വായുമണ്ഡലം സങ്കല്പിക്കണമെന്നും മേൽക്കൂര നിർമ്മിക്കരുതെന്നും ദേവപ്രശ്നവിധി ഉണ്ടായിരുന്നതിനാൽ ഇവിടുത്തെ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല. ആദ്യകാലത്ത് ഉഗ്രരൂപിണിയായ ദേവിയുടെ മുന്നിൽ പോകാൻ സ്ത്രീകൾക്ക് ഭയമായിരുന്നു. ആൺകുട്ടികളും പുരുഷന്മാരുമായിരുന്നു പെൺവേഷത്തിൽ വിളക്കെടുത്തിരുന്നത്. അത് ക്രമേണ അഭീഷ്ടവരദായകമായ ആചാരമായി മാറി. അന്നു മുതൽ നാളികേരം ഇടിഞ്ഞ് പിഴിഞ്ഞെടുത്ത കൊറ്റൻ ദേവിക്ക് നിവേദ്യമായി നൽകി തുടങ്ങി. ദേവീ ചൈതന്യം കണ്ടെത്തിയ ശിലയ്ക്ക് ചുറ്റും ഗോപാലബാലന്മാർ കുരുത്തോല കൊണ്ട് അമ്പലം കെട്ടിയതിന്റെ സ്മരണയ്ക്കാണ് ഇന്നും കുരുത്തോല പന്തൽ കെട്ടുന്നത്. കൊറ്റൻ നിവേദ്യമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്.